ഓഗസ്റ്റ് 27-ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ ആഴ്ച ഇന്ത്യൻ രൂപയുടെ ഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നത് US വ്യാപാര നയത്തിലെ സംഭവ വികാസങ്ങളായിരിക്കും. അതേസമയം സർക്കാർ ബോണ്ടുകൾ സാമ്പത്തിക മേഖലയിലെ ഏതൊരു സംഭവ വികാസത്തെയും നിരീക്ഷിക്കും. ഇന്ത്യ റഷ്യൻ എണ്ണ വിലക്കുറവിൽ വാങ്ങുന്നത് തുടരുന്നതിനെ US ഉദ്യോഗസ്ഥർ പരസ്യമായി വിമർശിച്ചതോടെ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം വഷളായി. വാഷിംഗ്ടൺ ഇതിനകം തന്നെ ഇന്ത്യക്ക് മേൽ 25% തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇത് മറ്റ് നിരവധി പ്രധാന വ്യാപാര പങ്കാളികളെ അപേക്ഷിച്ച് കൂടുതലാണ്. കൂടാതെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിന് മറുപടിയായി ഓഗസ്റ്റ് 27 മുതൽ 25% അധിക ലെവി പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. സെപ്റ്റംബറിൽ ജാക്സൺ ഹോളിൽ ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവൽ നിരക്ക് കുറയ്ക്കൽ സൂചന നൽകിയതിനെ തുടർന്ന് ആഴ്ചയുടെ തുടക്കത്തിൽ ഡോളർ സൂചികയിലെ ഇടിവ് രൂപയ്ക്ക് പിന്തുണ നൽകും. പണപ്പെരുപ്പ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കുമ്പോൾ തൊഴിലവസരങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ദുർബലതകളിലേക്ക് ജൂലൈയിലെ തൊഴിൽ റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നുവെന്നും പവൽ സൂചിപ്പിച്ചു. അതൊരു ദുഷ്ട ജാക്സൺ ഹോൾ ആയിരുന്നുവെന്നും മോർഗൻ സ്റ്റാൻലി ഒരു കുറിപ്പിൽ പറഞ്ഞു. ഓഗസ്റ്റിലെ തൊഴിൽ CPI റിപ്പോർട്ടുകളിൽ ഒരു അപ്രതീക്ഷിത മാറ്റമൊഴികെ സെപ്റ്റംബറിൽ തന്നെ നിരക്കുകൾ കുറയ്ക്കാൻ ഫെഡ് തയ്യാറാണ്. കഴിഞ്ഞയാഴ്ച ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 87.53 എന്ന നിലയിലാണ് അവസാനിച്ചത്. രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് പവലിന്റെ പ്രസ്താവനകൾ മുതൽ പിന്തുണ ലഭിക്കുമെന്നും വ്യാപാരികളുടെ ശ്രദ്ധ ഉടൻ തന്നെ US താരിഫ് വികസനങ്ങളിലേക്ക് മാറുമെന്ന് മെക്ലൈ ഫിനാൻഷ്യൽ വൈസ് പ്രസിഡന്റ് കുനാൽ കുരാനി പറഞ്ഞു. അതേസമയം ഇന്ത്യയുടെ 10 വർഷത്തെ ബെഞ്ച്മാർക്ക് 6.33%, 2035 ബോണ്ട് ഈൽഡ് വെള്ളിയാഴ്ച 6.5510% ക്ലോസ് ചെയ്തു. ആഴ്ചയിൽ 15 ബേസിസ് പോയിന്റുകൾ വർദ്ധിച്ചു. 3 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ നീക്കമാണിത്. ന്യൂഡൽഹിയുടെ സാമ്പത്തിക ചിത്രത്തിലെ സംഭവ വികാസങ്ങളിലും ഈ ആഴ്ച അവസാനത്തോടെ വരാനിരിക്കുന്ന ആദ്യപാദ വളർച്ചാ ഡേറ്റയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ആഴ്ച വിളവ് 6.50% മുതൽ 6.59% വരെയായി തുടരുമെന്ന് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നു. ഒക്ടോബറോടെ ലെവി കുറയ്ക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. നിലവിലുള്ള 12%, 28% നിരക്കുകൾ ഒഴിവാക്കി 5%, 18% എന്നീ 2 നിരക്കുകളുള്ള ഘടനയിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. ഈ മാറ്റങ്ങളിൽ നിന്ന് ഖജനാവിനുണ്ടായ നഷ്ടം സർക്കാർ കണക്കാക്കിയിട്ടില്ല. വ്യാഴാഴ്ച മന്ത്രിമാരുടെ ഒരു പാനൽ പുതിയ നിരക്ക് ഘടന അംഗീകരിച്ചു. എന്നിരുന്നാലും പകർച്ചവ്യാധി ആഘാതം ഉൾപ്പെടെ ദീർഘകാലമായി സർക്കാരിന് ഉത്തരവാദിത്തമുള്ള സാമ്പത്തിക നിലപാടുണ്ടായിരുന്നതായി ബന്ധൻ മ്യൂച്വൽ ഫണ്ടിലെ സ്ഥിര വരുമാന വിഭാഗം മേധാവി സുയാഷ് ചൗധരി വ്യക്തമാക്കി. അതിനാൽ കടം GDP ചട്ടക്കൂടിനെ അപകടത്തിലാക്കുന്നതോടെ ബോണ്ട് മാർക്കറ്റിലേക്ക് വളരെ ഉയർന്ന ഭാരം ചുമത്തുന്നതോ ആയ ആക്രമണാത്മക വികാസത്തിൽ പെട്ടെന്നുള്ള മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഈ സംഭവ വികാസങ്ങൾ US സമീപനത്തിലെ വ്യക്തമായ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാലത്ത് വ്യാപാര കമ്മി സന്തുലിതമാക്കുന്നതിനും ആഭ്യന്തര തൊഴിലുകൾ സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ടിരുന്ന താരിഫുകൾ ഇപ്പോൾ ഒരു സമ്മർദ്ദ തന്ത്രമായി വിന്യസിക്കപ്പെട്ടിരിക്കുന്നു. US-നെ അപേക്ഷിച്ച് 45.7 ബില്യൺ US$ വ്യാപാര കമ്മിയുള്ള ഇന്ത്യ ചൈനയേക്കാൾ, യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ മെക്സിക്കോ എന്നിവയേക്കാൾ ഉയർന്ന താരിഫുകൾ നേരിടുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ നടപടികളെ അന്യായം, നീതീകരണം, യുക്തിരഹിതമെന്ന് ശരിയായി വിളിച്ചു. റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി അന്താരാഷ്ട്ര നിയമങ്ങൾക്കുള്ളിലാണ്. ആഗോള വിലപരിധി വ്യവസ്ഥ പിന്തുടരുന്നു. ഇത് ലോകമെമ്പാടും എണ്ണവില സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു. അതേസമയം 2024-ൽ യൂറോപ്പ് റഷ്യയിൽ നിന്ന് 41.6 ബില്യൺ US$ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. ഇതിൽ US-ന് 3.2 ബില്യൺ US$, ചൈനയ്ക്ക് 129.07 ബില്യൺ US$. ഇന്ത്യക്ക് 64.2 ബില്യൺ US$ ആയിരുന്നു ഇത്. അമേരിക്ക ഇപ്പോഴും ഇന്ത്യയെ തീരുവകൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളാണ് ഗണ്യമായി ബാധിക്കുകയെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. താൽക്കാലിക പലിശരഹിത വായ്പകൾ, മൂലധന ആനുകൂല്യങ്ങൾ, നികുതി ഇളവുകൾ, GST നിരക്ക് കുറയ്ക്കൽ, ചരക്ക് സബ്സിഡിക്കുള്ള നഷ്ടപരിഹാരം എന്നിവയിലൂടെ ലക്ഷ്യമിട്ട് ആശ്വാസം നൽകുന്നതിനുള്ള അടിസ്ഥാനമാണിത്. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, ചെമ്മീൻ തുടങ്ങിയ മേഖലകൾക്ക് ആഴ്ചകൾക്കുള്ളിൽ ഈ നടപടികൾ നടപ്പിലാക്കണം. മത്സരാർത്ഥികൾക്ക് 19-20% താരിഫിൽ നിന്ന് 50% താരിഫ് നേരിടുന്ന തുണിത്തരങ്ങൾ, വസ്ത്രമേഖലയ്ക്ക് വിടവ് നികത്തുന്നതിനും കയറ്റുമതി വരുമാനവും 45 ദശലക്ഷത്തിലധികം തൊഴിലാളികളുടെ തൊഴിലും സംരക്ഷിക്കുന്നതിനും താൽക്കാലികമായി 25-30% ഇൻസെന്റീവുകൾ ആവശ്യമാണ്. സൂററ്റിൽ അങ്കൂരമിട്ടിരിക്കുന്ന രത്ന ആഭരണ മേഖലയ്ക്കും പ്രധാനമായി ആന്ധ്ര, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിലെ ചെമ്മീൻ കയറ്റുമതിക്കും സമാനമായ പിന്തുണ നൽകേണ്ടതുണ്ട്. കൂടാതെ ഇന്ത്യ ഇതിനു മുൻപ് ഏറ്റവും മോശമായ സാഹചര്യങ്ങൾ നേരിട്ടിട്ടുമുണ്ട്. 1998-ലെ പൊഖ്രാൻ ആണവ പരീക്ഷണങ്ങൾക്ക് ശേഷം ഉപരോധങ്ങൾ നമ്മെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് പുറത്തു വന്നു. ട്രംപിന്റെ താരിഫുകൾ മറ്റൊരു പരീക്ഷണമാണ്. ഇന്ത്യ വളർന്നു വരുന്ന ഒരു ശക്തിയാണ്. അതിന്റെ സമയം വന്നിരിക്കുന്നു. സമർത്ഥമായ തന്ത്രം, പ്രതിരോധശേഷി, പരിഷ്കാരങ്ങൾ എന്നിവ ഉപയോഗിച്ച് നമ്മൾ ഈ വെല്ലുവിളി അതിജീവിക്കുക മാത്രമല്ല
കൂടുതൽ ശക്തരാവുകയും ചെയ്യും. 1991 നടപ്പിലാക്കിയതും എന്നാൽ അടിയന്തരമായി നടപ്പിലാക്കിയതുമായ തോതിലുള്ള ധീരമായ പരിഷ്കാരങ്ങൾക്കുള്ള ഒരു ഉണർവ് ആഹ്വാനമായും ഇത് വർദ്ധിക്കണം. അവിടെ ഇന്ത്യ കൂടുതൽ മത്സരാധിഷ്ഠവും ഭാവിക്ക് തയ്യാറുള്ളതുമായി മാറുന്നതിന് അതിന്റെ ഏറ്റവും വലിയ ഘടനാപരമായ മാറ്റങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.